ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ ഉണ്ടാവാൻ പോണത് എന്താണ്, അവരുടെ ഇൻറ്റൻഷൻസ് ഉള്ളത്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ റീഡിങ് തുടങ്ങാം. എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 2 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി കിങ് ഓഫ് സോഡ്സ്. നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഏസ് ഓഫ് കപ്സ്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായ വീൽ. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 8 ഓഫ് സോഡ്സ്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രെങ്ത്, ഇൻറ്റൻഷൻ. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ ഉള്ളത്, 8 ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ 9 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും, 5 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്താണ്, നൈറ്റ് ഓഫ് വാൻഡ്സ്. എന്താണ് ഇവിടെ ഔട്ട്കം? അപ്പോൾ ലീബ്ര, ഇവിടെ ഞാൻ കാണുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്തോ ബാലൻസ് ചെയ്യാൻ നോക്കണു. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കരിയറിലെല്ലാം കുറേ ബിസി ടൈം ആയിരിക്കും. റിലേഷൻഷിപ്പിലും കാര്യങ്ങൾ മുമ്പോട്ട് പോകണു. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല, പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. അതല്ല വെച്ചാൽ ഇത് 2 ആൾക്കാരുടെ ഇടയ്ക്ക് ചോയ്സിൻ്റെ എനർജി ആവാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ 2 ആൾക്കാരുണ്ടാവും, നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ 2 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണെന്ന്. അപ്പോൾ ക്ലാരിറ്റി വരും. ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് വെച്ചാൽ ഈ മാസം ക്ലാരിറ്റി വരുന്നുണ്ട്. കുറേ ഹാപ്പിനെസ് ഉണ്ട്, കുറേ അബണ്ടൻസിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ എന്തെന്നോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ആ വെയിറ്റിംഗ് സമയം ഇപ്പോൾ തീർന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ബാലൻസ് ഉണ്ടായില്ല വെച്ചാൽ ഇപ്പോൾ വരാൻ പോണ സമയം നല്ല സമയമാണെന്നാണ് ഇവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ വെയിറ്റ് ചെയ്യാണ്, എക്സ്പെക്റ്റ് ചെയ്യണു. അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്, അത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി കിങ് ഓഫ് സോഡ്സ് ആണ്. കിങ് ഓഫ് സോഡ്സ് ഒരു അക്വേറിയസ്, ലീബ്ര, ജെമിനായി എനർജിയാണ്. ഈ പേഴ്സൺ ഈ സമയത്ത് കുറേ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കണേ. ഈ സിറ്റുവേഷനിൽ ഒരു ഇംബാലൻസ്ഡ് എനർജി മാതിരി കാണുന്നുണ്ട്. നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടിരുന്നു ഈ പേഴ്സൻ്റെ മുകളിൽ. പറഞ്ഞാൽ കുറേ നിങ്ങൾ അവർക്ക് കെയറിങ് എനർജിയൊക്കെ നിങ്ങൾ കാണിക്കുകയുണ്ടായിരുന്നു. നിങ്ങളുടെ ഫീലിങ്സൊക്കെ നിങ്ങൾ തുറന്ന് ഈ പേഴ്സണോട് പറയുന്നുണ്ടായിരുന്നു. ബട്ട് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്തത് നിങ്ങളുടെ വർക്കിൻ്റെ ത്രൂ ആണ്. സെയിം ഓഫീസിലാണ് നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഈ സമയത്ത് ഈ പേഴ്സൺ അവരുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതുകൊണ്ട് അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്ര സമയമില്ല. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്, ഒരു പുതിയ ബിഗിനിങ്. നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകണു. ഒരു പുതിയ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഇവിടെ കാണുന്നുണ്ട്. കുറേ പാഷൻ്റെ എനർജി ഉണ്ട്, ഒരു പുതിയ തുടക്കം, ഒരു ആക്ഷൻ എടുക്കുന്ന എനർജി ഉണ്ട്. പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. പാസ്റ്റിൽ സമയം നിങ്ങളുടെ അഗൻസ്റ്റ് ആയിരുന്നു, ഒന്നും വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഫുൾ എനർജി, ഇവിടെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത്. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു ഈ പേഴ്സൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ. പക്ഷേ പാസ്റ്റിൽ എന്തോ ഒരു വഴക്കുണ്ടായിരുന്നു, തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് സമയം ശരിയായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ ബ്ലോക്ക് ഉണ്ടായിരുന്നു വെച്ചാൽ അത് മാറി പോകണു. അതുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും
അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫീലിങ്സ് ഇപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് മാതിരിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന്, ഇവിടെ എന്താ ഒരു ഫ്യൂച്ചർ ഉള്ളതെന്ന്. നിങ്ങളുടെ മനസ്സിൽ കുറേ ഡൗട്ട്സ് ഉണ്ട്. ഇവിടെ ഒരു ബിട്രിയൽഡ് എനർജിയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പേ നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി അപ്പോൾ എന്തോ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും അതിൻ്റെ ആ ഫീലിംഗ് ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്ക്, ഈ പേഴ്സൺ എന്നെ ചീറ്റ് ചെയ്തു എന്ന്. അപ്പോൾ ഈ പേഴ്സണിന് ആദ്യം ട്രസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ അതൊരു പേടിയാണ് നിങ്ങൾക്ക്. ഈ പേഴ്സൺ കുറേ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ നോക്കണോ, ഒരു ഓഫർ കൊണ്ടുവരാൻ നോക്കണോ. എന്താ വെച്ചാൽ അവർക്ക് അറിയാം നിങ്ങൾക്ക് ഇപ്പോൾ അവരുടെ മുകളിൽ അങ്ങനത്തെ മാതിരി ഒരു ട്രസ്റ്റ് ഇല്ല എന്ന്. അവർക്ക് ആ ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അവരും ഹീൽ ചെയ്യാൻ നോക്കണു, റിക്കവർ ചെയ്യാൻ നോക്കണു. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ആണ് വെച്ചാൽ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ അവർക്ക് വരണം എന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരു ഓഫർ തരണം എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഇൻറ്റൻഷൻ 8 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾക്ക് മുമ്പോട്ടാണ് പോകേണ്ടത് ലൈഫിൽ. ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും. നിങ്ങളുടെ എനർജി കുറേ ബാലൻസ്ഡ് ആയിട്ടാണ് വരണേ, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. പക്ഷേ എവിടെയോ നിങ്ങളുടെ മനസ്സിലെന്തോ കുറേ ഡൗട്ട്സ് ഉണ്ട്. അതല്ല വെച്ചാൽ ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അറിയില്ല ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഒരു പേടി ഈ പേഴ്സൻ്റെ. അപ്പം നിങ്ങളുടെ എനർജിയിൽ ഞാനൊരു ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഈ പേഴ്സൻ്റെ എനർജി ആവാം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ പേഴ്സൺ ആവാം. അതല്ല വെച്ചാൽ നിങ്ങളുടെ ലൈഫിലും വേറെ ഒരു പുതിയ പേഴ്സൺ വരണ എനർജിയും ആവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട് വെച്ചാൽ ആ കാര്യം നിങ്ങൾ ഈ പേഴ്സണോട് പറയൂണില്ല. എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഈ കാര്യം ഇവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്ന് വെച്ചാൽ ഒട്ടും നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവില്ല അത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വന്നിരിക്കണമെന്ന്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സിംഗിൾ എനർജിയിലാണ് അവർ. ഇവിടെ അവർ നിങ്ങളുടെ കൂടെ റീകണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇവിടെ റീകൺസിലിയേഷൻ അവർക്ക് വേണം. അവരുടെ ഇൻറ്റൻഷനിൽ ഞാൻ കാണുന്നത് അവർക്കൊരു ഫാമിലി വേണം, നിങ്ങളുടെ കൂടെ ഒരു മാരേജ് വേണം. പക്ഷേ നിങ്ങളുടെ ആക്ഷൻ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളിവിടെ കുറേ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്, കുറേ റിജക്റ്റഡായി ഫീൽ ചെയ്യണു. എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ ആക്ഷനിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല. ഓക്കെ, ഇവരുടെ ആക്ഷനിൽ നൈറ്റ് ഓഫ് വാൻഡ്സ് ഒരു പ്ലെയർ മാതിരി ഒരു എനർജിയാണ്. അവരുടെ ആക്ഷനിൽ തന്നെ കൺസിസ്റ്റൻസി ഇല്ല. ഇടയ്ക്ക് അവർ മെസ്സേജ് ചെയ്യും, പിന്നെ മെസ്സേജ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു എനർജിയിലാണ് അവർ. അതുകൊണ്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ലെവൽസ് കുറയണു. എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ ഇങ്ങനെ ഒരു ബിഹേവിയർ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സ് പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലെ ഒരാൾ. ഈ പേഴ്സൺ ഒരു വെരി ഇമ്മച്യോർ എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, പക്ഷെ അതൊരു സ്റ്റേബിൾ ഓഫർ അല്ല. അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ പേഴ്സൺ ആണ്, കുറേ സ്റ്റേബിൾ എനർജി. അതല്ലാണ്ട് ഒരു ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട്, പേജ് ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഫയർ സൈൻ ഉണ്ട്. ഈ ഫയർ സൈൻ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ ആയിരിക്കാം. അവർ നിങ്ങളെ റീകണക്ട് ചെയ്യാൻ പോകുന്നുണ്ട്, മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. ആൻഡ് അത് കുറേ ഷോക്കിംഗ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി. എന്താ വെച്ചാൽ നിങ്ങളത് ഒട്ടും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു ഈ പേഴ്സൺ ചിലപ്പോൾ തിരിച്ചു വരും എന്ന്. പക്ഷേ ഈ സമയത്ത് ആണ് അവർ തിരിച്ചു വരണമെന്ന് നിങ്ങൾക്ക് ഒട്ടും ആ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിൽ അപ്ലിക്കും വേറെ ഒരു പേഴ്സണും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഒരു സിറ്റുവേഷനെ ഡിറ്റാച്ച് ചെയ്യണോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ഒരു സ്റ്റേബിൾ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കണോ. അതല്ല വെച്ചാൽ നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ മെസ്സേജ് വരണത് ദിസ് കുഡ് ബി ദ വൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ സ്റ്റേബിൾ പേഴ്സൺ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ പേഴ്സൺ ഒരു സ്റ്റേബിൾ പേഴ്സൺ ഉണ്ട്. ആ പേഴ്സൺ ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറായിട്ട് ഞാൻ കാണുന്നത്. ദിസ് കുഡ് ബി ദ വൺ. എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് സഡൻലി ഈ പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണേ. ഓക്കെ, അങ്ങനെയും ആവാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.